ഹായ് കുട്ടികളെ, അടുത്തത് നമ്മൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ലിവിങ് സെൽസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെൽ റീപ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽസിൻ്റെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചേർന്നിട്ടുള്ള പ്രോസസ്സിനെയാണ്, ആ മെക്കാനിസത്തെയാണ്. ഇനി ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ സംഭവിക്കുമ്പോൾ ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് മില്യൺസ് ഓഫ് സെൽസ് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. സെൽ സൈക്കിൾ എന്ന് പറയുന്നത് സെൽ ഡിവിഷനും DNA റെപ്ലിക്കേഷനും സെൽ ഗ്രോത്തും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു കോർഡിനേറ്റഡ് വേയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അടുത്ത സെൽസ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഒരു സെല്ലിൻ്റെ ലൈഫ് പീരീഡിൽ, അതായത് സെല്ല് ജീവിച്ചിരിക്കുന്ന ലൈവായിട്ടിരിക്കുന്ന ആ ഒരു പീരീഡിൽ സെൽ സിന്തസിസ് നടക്കുന്നുണ്ട്. ഇതുവഴി സെൽ സിന്തസിസ്, പിന്നെ അതുപോലെ തന്നെ സെൽ സിന്തസൈസ് ഇറ്റ്സ് DNA, അതിനെയാണ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു സെല്ലിൻ്റെ ലൈഫ് പീരീഡിൽ DNA സിന്തസിസ് നടക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ സൈസ് കൂടുന്നുണ്ട്, പിന്നെ 2 ഡോട്ടർ സെല്ലായിട്ട് മാറുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സെൽ സൈക്കിളിൽ നടക്കുന്നത്. ഒരു സെൽ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെൽ സൈക്കിള് ഓരോ ഓർഗാനിസത്തിലും അതിൻ്റെ ഡ്യൂറേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ ഓർഗാനിസത്തിൻ്റെയും സെൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ ഡിഫറെൻ്റ് ആണ്. സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ബേസിക്കായിട്ട് 2 ഫേസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻ്റർഫേസ്, മറ്റൊന്ന് എം ഫേസ്. എം ഫേസ് എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ എം ഫേസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ച്വൽ സെൽ ഡിവിഷൻ, അതല്ലെങ്കിൽ മൈറ്റോസിസ് എന്നുള്ളതാണ്. ഇൻ്റർഫേസ് എന്ന് പറയുന്നത് 2 അടുത്തടുത്തുള്ള മൈറ്റോസിസിൻ്റെ ഇടയിലുള്ള ഒരു ഫേസാണ് ഇൻ്റർഫേസ്. ഇൻ്റർ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ആക്ച്വലി പ്രധാനപ്പെട്ടത് ഏതാണ്? എം ഫേസ് ആണ്, മൈറ്റോസിസ്. അപ്പോൾ 2 മൈറ്റോസിസ് നടക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയമാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. എം ഫേസ് അഥവാ മൈറ്റോട്ടിക് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂക്ലിയർ ഡിവിഷൻ എന്നുള്ളൊരു പ്രോസസ്സിലൂടെയാണ്. പിന്നെ 2 ഡോട്ടർ ക്രോമസോം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ കാരിയോകൈനസിസ് എന്ന് പറയും. ഇനി ഈ എം ഫേസ് അവസാനിക്കുന്നതോ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം എന്നുള്ള പ്രോസസ്സിലാണ്. ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസത്തെ നമ്മൾ പറയുന്ന പേര് സൈറ്റോകൈനസിസ് എന്നാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റർഫേസ്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റിംഗ് ഫേസ് ആണ്. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയം, അതാണ് ഇൻ്റർഫേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 എം ഫേസുകൾക്കിടയിലുള്ള ഫേസാണെന്ന് നേരത്തെ പറഞ്ഞു. ഈ സമയത്ത് സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, DNA റെപ്ലിക്കേഷനും നടക്കുന്നുണ്ട്, മറ്റ് പ്രോസസ്സൊന്നും നടക്കുന്നില്ല. ഇൻ്റർഫേസിനെ നമുക്ക് പ്രധാനമായിട്ടും 3 ഫർദർ സ്റ്റെപ്സ് ആയിട്ട് തിരിക്കാം. G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. G1 ഫേസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് 1 എന്ന് അറിയപ്പെടുന്നു. S ഫേസ് എന്ന് പറയുന്നത് സിന്തസിസ് ഫേസ് ആണ്. G2 ഫേസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് 2 ഫേസ് ആണ്. നമുക്ക് G1 ഫേസ് എന്താണെന്ന് നോക്കാം. G1 ഫേസ് എന്ന് പറയുന്നത് മൈറ്റോസിസിൻ്റെ, അതൊരു ഇറ്റ്സ് എൻ ഇൻ്റർവെൽ എന്ന് പറയാം. എന്തിനിടയിലുള്ള ഇൻ്റർവെൽ? മൈറ്റോസിസ് ആൻഡ് ഇനീഷ്യേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ്റെയും മൈറ്റോസിസിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഫേസാണ്, ആ ഒരു ഇൻ്റർവെല്ലാണ് G1 ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് സെൽ മെറ്റാബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും, അതായത് അതിൻ്റെ സെൽ റെസ്പിറേഷനും അതുപോലത്തെ മെറ്റാബോളിക് പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ സൈസ് ഗ്രോ ചെയ്യും, പക്ഷേ DNA റെപ്ലിക്കേഷൻ നടക്കില്ല. മനസ്സിലായല്ലോ? G1 ഫേസിൽ ബാക്കി മെറ്റാബോളിക് പ്രോസസ്സ് നടക്കുമെങ്കിലും DNA റെപ്ലിക്കേഷൻ നടക്കില്ല. അടുത്ത ഫേസ് ഏതാ പറഞ്ഞത്? S ഫേസ്. ഡ്യൂറിങ് S ഫേസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സിന്തസിസ് എന്ന് പറയുന്ന ഫേസിൽ DNAയുടെ എമൗണ്ട് ഡബിൾ ആവും. ഓരോ സെല്ലിലുമുള്ള DNAയുടെ എമൗണ്ട് ഇരട്ടിക്കും. പക്ഷേ അവിടെ ക്രോമസോം നമ്പർ കൂടുന്നില്ല. DNA ഡബിൾ ആവും, ക്രോമസോം നമ്പർ കൂടുന്നില്ല, മാറ്റം വരുന്നില്ല. ആനിമൽ സെല്ലിലാണെങ്കിൽ S ഫേസിൽ DNA റെപ്ലിക്കേഷൻ ബിഗിൻസ് ഇൻ ദ ന്യൂക്ലിയസ്, എന്നിട്ട് സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ ദ സൈറ്റോപ്ലാസം. ആനിമൽ സെല്ലിൽ എന്തൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത്? DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂക്ലിയസിലായിരിക്കും, പിന്നെ സെൻട്രിയോൾ സൈറ്റോപ്ലാസത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, അതായത് ഡബിൾ ആവും. ഇനി G2 ഫേസ്. G2 ഫേസ് എന്ന് പറയുന്നത് G2 ഫേസിൽ സെൽ ഗ്രോത്ത് തുടർന്നുകൊണ്ടിരിക്കും. സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ് കണ്ടിന്യൂസ്. RNA സിന്തസിസും പ്രോട്ടീൻ സിന്തസിസും തുടർന്നുകൊണ്ടിരിക്കും, സെൽ ഗ്രോത്ത് തുടർന്നുകൊണ്ടിരിക്കും. മൈറ്റോസിസിന് വേണ്ടി സെല്ല് പ്രിപ്പയർ ആയിട്ടിരിക്കും. ഇതാണ് G2 ഫേസിൽ നടക്കുന്നത്. 3 ഫേസ് പറഞ്ഞല്ലോ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
മനസ്സിലായെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് ഒന്ന് കേട്ട് നോക്കുക കേട്ടോ. ഇനി ഇതൊന്നും പറയാത്ത മറ്റൊരു ഫേസ് ഉണ്ട്, G0 ഫേസ് എന്ന് പറയുന്നത്. ചിലരതിനെ GO എന്ന് വായിക്കാറുണ്ട്, പക്ഷേ G0 എന്ന് വായിക്കാനാണ് എനിക്ക് താല്പര്യം. എന്തുകൊണ്ടാണ് ആ ഫേസിനെ G0 ഫേസ് എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ തുടർന്ന് പറയാം. അതായത് ചില സെൽസ് ഡിവിഷൻ സംഭവിക്കുകയേ ഇല്ല. ചില സെൽസിൽ ഉദാഹരണമായിട്ട് ഹാർട്ട് സെൽസ്. മറ്റ് ചില സെൽസ് ഉണ്ട്, അതിൽ ഒക്കേഷണലായിട്ട് ചിലപ്പോൾ ഡാമേജ്ഡ് സെൽസിനെയോ ഡെഡ് സെൽസിനെയോ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ ഡിവിഷൻ നടക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെൽസ് ഉണ്ടല്ലോ, അതായത് ഡിവൈഡ് ചെയ്യാത്ത സെൽസ്, അത് they are further exit G1 phase and enter an inactive stage, and that stage is known as quiescent stage or G0 phase. അപ്പോൾ ഇങ്ങനെയുള്ള സെൽസ് G1 ഫേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് കടക്കും. ആ ഇനാക്റ്റീവ് സ്റ്റേജിനെയാണ് ക്വിസൻറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ G0 സ്റ്റേജ് എന്ന് പറയുക. ആനിമൽസിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ കാണുന്നത് ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽസിൽ മാത്രമാണ്. പ്ലാന്റ്സിലാണെങ്കിൽ മൈറ്റോസിസ് നടക്കുന്നത് ഹാപ്ലോയിഡിലും ഡിപ്ലോയിഡ് സെൽസിലും നടക്കും. അപ്പോൾ ഇനി നമുക്ക് മൈറ്റോസിസിനെ കുറിച്ച് നോക്കാം. മൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെൽ ഡിവിഷൻ where chromosomes replicate and get equally distributed into two daughter cells. Hence, it is also called equational division. അപ്പോൾ എന്തുകൊണ്ടാണ് മൈറ്റോസിസിന് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്? മൈറ്റോസിസ് എന്ന് പറയുന്നത് ഒരു സെൽ ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെയാണ്. ഇവിടെ ക്രോമസോം ഡബിൾ ആവുന്നുണ്ട്, പക്ഷേ 2 ഡോട്ടർ സെൽസിലേക്ക് പോകുന്നുണ്ട് അല്ലേ? പക്ഷേ ക്രോമസോം നമ്പർ അല്ല അവിടെ കൂടുന്നത്. അപ്പോൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയും. ഇനി പ്രോസസ് ഓഫ് മൈറ്റോസിസ് എന്ന് പറയുന്നത് ക്രോമസോം നമ്പറിനെ ഈക്വലായിട്ട് നിർത്തും 2 ഡോട്ടർ സെല്ലിലും. പാരൻറ്റ് സെല്ലിൽ എത്ര എണ്ണമാണോ അത്രയും എണ്ണമായിട്ട് തന്നെ നിർത്തുന്നു. അപ്പോൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് അതിന് വിളിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി മൈറ്റോസിസ് സാധാരണയായിട്ട് നടക്കുന്നത് സൊമാറ്റിക് സെൽസിലാണ്. മൈറ്റോസിസിന് 4 സ്റ്റേജസ് ആണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കാരിയോകൈനസിസ് ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ മൈറ്റോസിസിൻ്റെ 4 സ്റ്റേജസ് എന്ന് പറയുന്നത് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ് ആണ്. ഇനി ഓരോ ഫേസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രോഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് വിച്ച് ഫോളോസ് S and G2 ഫേസസ് ഓഫ് ഇൻ്റർഫേസ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പ്രോഫേസിൽ നടക്കുന്ന പ്രത്യേകതകൾ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്ന് നോക്കാം. പ്രോഫേസിൽ സെൻട്രോസോം മൂവ്സ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സെൽ. എന്താ സെൻട്രോസോം എന്ന് ചോദിച്ചാൽ സെല്ലിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ സെൻട്രോസോമും റേഡിയേറ്റ്സ് ഔട്ട് മൈക്രോ ട്യൂബ്യൂൾസ്, അതിനെയാണ് ആസ്റ്റേഴ്സ് എന്ന് പറയുക. ഓരോ സെൻട്രോസോം 2 പോൾസിലേക്ക് പോകും, സെല്ലിൻ്റെ 2 അറ്റത്തേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ടാക്കും. ഇതിനെ ആസ്റ്റേഴ്സ് എന്ന് പറയും. ഈ 2 ആസ്റ്റേഴ്സ് ടുഗദർ വിത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് ഇതെല്ലാം ചേർന്നിട്ട് മൈറ്റോട്ടിക് അപ്പാരറ്റസ് ഉണ്ടാക്കും. 2 ആസ്റ്റേഴ്സ് ആൻഡ് ദിസ് സ്പിൻഡിൽ ഫൈബേഴ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് മൈറ്റോട്ടിക് അപ്പാരറ്റസ്. ഇനി ക്രോമസോമൽ മെറ്റീരിയൽ അത് കണ്ടൻസ് ചെയ്യും to form a compact mitotic chromosomes. Then chromosomes are seen to be composed of 2 chromatids attached together at the centromere. സെൻട്രോമിയറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള 2 ക്രോമാറ്റിഡ് ആയിട്ട്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ക്രോമസോമിൻ്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓർക്കുക. ആ ഒരു സ്റ്റേജിലായിട്ട് ഈ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള പ്രോഫേസിൽ ക്രോമസോംസ് കാണുന്നത് അങ്ങനെയാണ്. നെക്സ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് ഓഫ് മൈറ്റോസിസ് ഇസ് മെറ്റാഫേസ്. മെറ്റാഫേസ് ക്രോമസോം that is made up of 2 sister chromatids which are held together by the centromere. ക്രോമസോമിൻ്റെ സ്ട്രക്ചർ ഓർക്കുണ്ടാവുമല്ലോ. ഇനി അവിടെ തന്നെ നമ്മൾ ആ ക്രോമസോമിൻ്റെ സ്ട്രക്ചർ പറഞ്ഞതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ, കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട്. അപ്പോൾ ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്മോൾ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് വർ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ടു ദി സർഫസ് ഓഫ് ദി സെൻട്രോമിയേഴ്സ്. അതിനെയാണ് നമ്മൾ കൈനറ്റോകോസ് എന്ന് പറയുക. ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. മെറ്റാഫേസിൻ്റെ പ്രത്യേകതയാണ് ക്രോമസോം സെല്ലിൻ്റെ സെൻറ്റർ പാർട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഈ അറേഞ്ച്മെൻറ്റിനെ മെറ്റാഫേസ് പ്ലേറ്റ് ഫോർമേഷൻ എന്ന് പറയും. സെൻറ്ററിൽ ക്രോമസോം അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ മെറ്റാഫേസ് പ്ലേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നു. ഇനി പ്ലെയിൻ ഓഫ് അലൈൻമെൻറ്റ് ഓഫ് ദി ക്രോമസോം അറ്റ് ദ മെറ്റാഫേസ്, അതിനെ നമ്മൾ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയും. അതായത് ക്രോമസോംസ് സെൻറ്ററിൽ വന്നിരിക്കും എന്ന് പറഞ്ഞില്ല, അറേഞ്ച് ചെയ്തിരിക്കും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ ആ ഒരു പ്ലെയിൻ ഓഫ് അലൈൻമെൻറ്റിനെ നമ്മൾ പറയുന്നതാണ് മെറ്റാഫേസ് പ്ലേറ്റ്. അല്ലാണ്ട് അവിടെ ആരും പ്ലേറ്റ് കൊണ്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഇസ് അനാഫേസ്. അനാഫേസിൽ സംഭവിക്കുന്നത് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് ഡോട്ടർ ക്രോമസോംസ് 2 ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും, സെല്ലിൻ്റെ 2 ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും. ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയർ പോളിലേക്ക്
നീങ്ങി നിൽക്കുന്നുണ്ടാവും. വിത്ത് ദ ആംസ് ഓഫ് ദി ക്രോമസോം ട്രെയിലിംഗ് ബിഹൈൻഡ്. ആംസ് എന്താ പറയുക, ഇങ്ങനെ പിന്നിലേക്കായിട്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ അനാഫേസ്, മെറ്റാഫേസ്, പ്രോഫേസ്, ടിലോഫേസ് ഇതെല്ലാം ഒന്ന് നോക്കണം. പിന്നെ അതുപോലെ സെൽ സൈക്കിളിൻ്റെ സ്ട്രക്ചറും ആ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കണം. ഇനി ടീലോഫേസ്. ടീലോഫേസിൽ ക്രോമസോംസ് ഫൈനലി റീച്ച് ദെയർ റെസ്പെക്റ്റീവ് പോൾസ്. എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ ക്രോമസോം വന്നിരിക്കും. ഇനി ക്രോമസോംസ് ബിഗിൻ ടു ഡീകണ്ടൻസ് ആൻഡ് റിട്ടേൺ ഇൻ ടു ആൻ ഡിഫറൻഷിയേറ്റഡ് മാസ്. ക്രോമസോം വീണ്ടും ഇങ്ങനെ ആദ്യത്തെ പോലെ കണ്ടൻസ് ചെയ്യും, എന്നിട്ടൊരു എന്താ പറയുക, ഒരു അൺഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ളൊരു മാസ് പോലെ, ഒരു കട്ട പോലെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ന്യൂക്ലിയർ എൻവലപ്പ് ക്രോമസോം ക്ലസ്റ്റേഴ്സിൻ്റെ ചുറ്റും ആയിട്ട് ന്യൂക്ലിയർ എൻവലപ്പ് അസംബിൾസ് അറൗണ്ട് ഈച്ച് ക്രോമസോം ക്ലസ്റ്റേഴ്സ്. ദെൻ ഗോൾജി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോംപ്ലെക്സ്, ഇതൊക്കെ ഡിസപ്പിയർ ചെയ്തതുണ്ടായിരുന്നു നേരത്തെ, അതെല്ലാം അപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് ടീലോഫേസിൽ സംഭവിക്കുന്നത്. അപ്പോൾ 4 സ്റ്റേജും പറഞ്ഞു. നെക്സ്റ്റ് ഇസ് അബൌട്ട് സൈറ്റോകൈനസിസ്. എന്താ സൈറ്റോകൈനസിസ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒന്ന് ഓർത്ത് നോക്കിയേ. യെസ്, ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസത്തെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുക. ആനിമൽ സെല്ലിലാണെങ്കിൽ സൈറ്റോകൈനസിസ് സംഭവിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു ഫുറോ ഡെവലപ്പ് ചെയ്യും. ഫുറോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഴി പോലെയുള്ളൊരു ഭാഗം. എന്നിട്ട് അത് ഗ്രാജുവലി ഡിപ്പെൻഡ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി ജോയിൻസ് ഇൻ ദ സെൻറ്റർ. 2 ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു കുഴി പോലെയുള്ള ഭാഗം വന്നിട്ട് രണ്ടും കൂടി സെൻറ്ററിൽ വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ എന്താണ്ടാവുക, സൈറ്റോപ്ലാസം 2 ഡിവൈഡ് ചെയ്യും. ഇത് പ്ലാന്റ് സെല്ലിൽ സംഭവിക്കുന്നത് ഒരു നേരെ തിരിച്ചുള്ള ഒരു പ്രോസസ്സ് വഴിയാണ്. ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യും അതിൻ്റെ സെൻറ്ററിൽ നിന്ന്. ആനിമൽ സെല്ലിലാണെങ്കിൽ ഒരു ഫുറോ ഫോം ചെയ്യും സൈഡിൽ നിന്ന്. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ദർ വിൽ ബി എ ഫോർമേഷൻ ഓഫ് സെൽ പ്ലേറ്റ്. ഓക്കെ, ഇനി പുതിയ സെൽ വാൾ ഉണ്ടാവുന്നത്, that is with the formation of the simple precursor called cell plate that represents the middle lamella between the walls of the 2 adjacent cells. എന്താണ് middle lamella എന്ന് ചോദിച്ചാൽ you have to refer our previous chapter, that is the cell structure. Okay, then when karyokinesis is not followed by cytokinesis, a multinucleate condition arises and this is known as syncytium. ഓക്കെ, കാരിയോകൈനസിസ് കഴിഞ്ഞിട്ട്, അതായത് കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്. അത് കഴിഞ്ഞ് സൈറ്റോകൈനസിസ് സംഭവിച്ചില്ല എന്ന് വിചാരിക്കുക, അതായത് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി, ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് ആയിട്ട് നിൽക്കും, അതായത് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ. ഇതിനെയാണ് സിൻസീഷ്യം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് കോക്കനട്ടിൻ്റെ ലിക്വിഡ് എൻഡോസ്പേം. അല്ലേ, തേങ്ങയുടെ ഉള്ളിൽ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഈ സിൻസീഷ്യത്തിന് എക്സാമ്പിളാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈറ്റോസിസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മിയോസിസ്. ഐ തിങ്ക് ദിസ് പാർട്ട് ഇസ് ക്ലിയർ ഫോർ യു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കണം, അല്ലെങ്കിൽ മിയോസിസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മിയോസിസ്. മിയോസിസിൽ ഇതുപോലെ നേരത്തെ നമ്മൾ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം മിയോസിസിലുണ്ട്. പക്ഷേ മിയോസിസ് നടക്കുന്നത് 2 ഫേസ് ആയിട്ടാണ്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. ഓക്കെ, സെൽ ഡിവിഷൻ that reduces the number of chromosome into half and results in the production of haploid daughter cells. That is meiosis. ഇതും ഒരു സെൽ ഡിവിഷനാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ക്രോമസോം നമ്പർ റെഡ്യൂസ് ആവും. എങ്ങനെ, പകുതിയാവും. അപ്പോൾ എന്തുണ്ടാവുക, ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഉണ്ടാവും. അപ്പോൾ മിയോസിസ് സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഫേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാനിസത്തിൽ ഹാപ്ലോയിഡ് ഫേസ് ഉണ്ടാവും ലൈഫ് സൈക്കിളിൽ. നമ്മളത് മുൻപ് പറഞ്ഞിട്ടുണ്ട്, പ്ലാന്റ് കിങ്ഡത്തിൻ്റെ അവസാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നടക്കുന്നത് പ്രധാനമായിട്ടും ദർ ആർ 2 സീക്വൻഷ്യൽ സൈക്കിൾസ് ഓഫ് ന്യൂക്ലിയർ ആൻഡ് സെൽ ഡിവിഷൻ. അതിനെയാണ് നമ്മൾ മിയോസിസ് 1 മിയോസിസ് 2 ആയിട്ട് പറയുന്നത്. ബട്ട് സിംഗിൾ സൈക്കിൾ ഓഫ് DNA റെപ്ലിക്കേഷൻ. ന്യൂക്ലിയർ ഡിവിഷനും സെൽ ഡിവിഷനും 2 പ്രാവശ്യം നടക്കും, മിയോസിസ് 1 മിയോസിസ് 2. പക്ഷേ DNA റെപ്ലിക്കേഷൻ 1 പ്രാവശ്യമേ നടക്കുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ഇറ്റ് ഇൻവോൾവ്സ് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആൻഡ് റീകോമ്പിനേഷൻ ഓഫ് ദം. ഹോമോലോഗസ് ക്രോമസോം പെയർ ചെയ്യും, റീകോമ്പിനേഷനും നടക്കും. അപ്പോൾ 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഉണ്ടാവും മിയോസിസ് 2 കഴിയുമ്പോൾ. അപ്പോൾ മിയോസിസിൻ്റെ ഫേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞു നേരത്തെ മിയോസിസ് 1. മിയോസിസ് 1ൽ പ്രോഫേസ് 1 ആണ് ഫസ്റ്റ് വരുന്നത്. പ്രോഫേസ് 1ൽ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അത് അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിക്കണം. അതിന് സാധാരണ രീതിയിൽ ഒരു ഷോർട്ട് ഫോം ഞാൻ പറയാറുണ്ട്. അതിങ്ങനെയാണ് ആ 5 സ്റ്റേജ് ഓർക്കാൻ. LZPD². L for leptotin, Z for zygotin, P for pachytene, D for diplotin,
അഗെയിൻ ഡി ഫോർ ഡയാകൈനസിസ്. നോക്കാം, LZPD² എന്നുള്ളത് മനസ്സിലോർക്കുക. അപ്പോൾ 5 സ്റ്റേജസ് ഉണ്ട്. ലെപ്റ്റോട്ടീനാണ് ഫസ്റ്റ്. ലെപ്റ്റോട്ടീനിൽ നടക്കുന്നത് എന്താണെന്ന് നോക്കാം. ക്രോമസോം ബിക്കം ഡിസ്റ്റിങ്ക്റ്റ്. ക്രോമസോം നല്ല ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റുന്ന സ്റ്റേജിലായിരിക്കും. ദെൻ ക്രോമസോം കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലെപ്റ്റോട്ടീൻ ഫേസ്. അതിൻ്റെ ആ ഒരു കോമ്പാക്ഷൻ, അതിങ്ങനെ കോമ്പാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ലെപ്റ്റോട്ടീനിൽ തുടർന്നുകൊണ്ടിരിക്കും. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുവരെ ഇതാ ലെപ്റ്റോട്ടീനാണ്, ഇവിടെ നിങ്ങളുടെ സൈഗോട്ടീനാണ്, അങ്ങനെ പറഞ്ഞ് നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ഹോമോലോഗസ് ക്രോമസോമിൻ്റെ പെയറിങ് നടക്കും. ഇതിനെയാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. പെയറിങ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം, ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് synapsis. ഇനി എ പെയർ ഓഫ് സിനാപ്സ്ഡ് ഹോമോലോഗസ് ക്രോമസോംസ് ഇസ് കോൾഡ് ബൈവലൻറ്റ്. പെയർ ചെയ്തിട്ടുള്ള സിനാപ്സ്ഡ് ഹോമോലോഗസ് ക്രോമസോമിനെ പറയുന്നതാണ് ബൈവലൻറ്റ്. ഓക്കെ. സിനാപ്സിസ് occurs with the help of complex cytochemical substance called synaptonymal complex. സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റോകെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് സിനാപ്സിസ് നടക്കുന്നത്. എന്ന് വെച്ചാൽ സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോലോഗസ് ക്രോമസോം പെയർ ചെയ്യുന്നത്. അത് എങ്ങനെ നടക്കുന്നത്? സിനാപ്റ്റോനിമൽ കോംപ്ലക്സിൻ്റെ സഹായത്തോടു കൂടി. അങ്ങനെ പെയർ ചെയ്ത സിനാപ്സ്ഡ് ഹോമോലോഗസ് ക്രോമസോമിന് എന്താ പറയുക? ബൈവലൻറ്റ്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇസ് പാക്കീറ്റീൻ. പാക്കീറ്റീനിൽ സംഭവിക്കുന്നത് എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഓക്കേഴ്സ്. ഇതിനെയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുക. നേരത്തെ പറഞ്ഞില്ലേ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം എന്ന്. അപ്പോൾ അങ്ങനെ പെയർ ചെയ്യുമ്പോൾ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. ഇതിനെ ക്രോസിംഗ് ഓവർ എന്ന് പറയും. ക്രോസിംഗ് ഓവർ ഈസ് എൻസൈം മീഡിയേറ്റഡ് പ്രോസസ്സ്. അതിന് ഒരു എൻസൈമിൻ്റെ സഹായം ആവശ്യമുണ്ട് ക്രോസിംഗ് ഓവറിന്. ആ എൻസൈമിൻ്റെ പേരാണ് റീകോംബിനേസ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഡിപ്ലോട്ടീൻ. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ്. നേരത്തെ പറഞ്ഞല്ലോ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്നുണ്ടെന്ന്. അത് ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ടെൻഡൻസി ടു സെപ്പറേഷൻ ഓഫ് ബൈവലൻറ്റ് എക്സെപ്റ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ നടന്ന സൈറ്റിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അത് സെപ്പറേറ്റ് ആവും ആ ക്രോമസോംസ്. അപ്പോൾ അവിടെ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഓക്കെ, സെപ്പറേഷൻ്റെ സമയത്ത് ഇതിനെ കയാസ്മേറ്റ എന്ന് പറയും. ചയാസ്മേറ്റ എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രിട്ടൻ ഇംഗ്ലീഷ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷ്. ബോത്ത് ആർ കറക്റ്റ് ആൻഡ് യു ക്യാൻ യൂസ് എനി ടേം, ഐദർ കയാസ്മേറ്റ ഓർ ചയാസ്മേറ്റ. ഓക്കെ, ആ എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് കയാസ്മേറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഡയാകൈനസിസ്. ഇവിടെ കാസ്മേറ്റ ക്യാൻ ബി ഒബ്സർവ്ഡ്. ടെർമിനലൈസേഷൻ ഓഫ് കാസ്മേറ്റ ക്യാൻ ബി ഒബ്സർവ്ഡ്. കാസ്മേറ്റയുടെ ഒരു ടെർമിനലൈസേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. ബൈ ദി എൻഡ് ഓഫ് ഡയാകൈനസിസ് ന്യൂക്ലിയോളസ് ഡിസപ്പിയേഴ്സ്. ന്യൂക്ലിയോളസ് കാണാതെയാവും. ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ചെയ്യും. ക്ലിയർ? അപ്പോൾ പ്രോഫേസ് 1 കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് മെറ്റാഫേസ് 1. മെറ്റാഫേസ് 1 ബൈവലൻസ് അലൈൻ അറ്റ് ദി ഇക്വിറ്റോറിയൽ പ്ലേറ്റ്. മൈറ്റോസിസിൽ നമ്മൾ പറഞ്ഞല്ലോ ഇക്വിറ്റോറിയൽ പ്ലേറ്റിൻ്റെ കാര്യം. അപ്പോൾ അവിടെ തന്നെ അതേപോലെ സിമിലർ തന്നെയാണ് ഇവിടെ മെറ്റാഫേസ് 1 ബൈവാലൻസ് വന്നിട്ട് ഇക്വിറ്റോറിയൽ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വരും. മൈക്രോട്യൂബ്യൂൾസ് ഫ്രം ദി ഓപ്പോസിറ്റ് പോൾസ് അറ്റാച്ച് ടു ദ പെയേഴ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ഓപ്പോസിറ്റ് പോൾസിലുള്ള മൈക്രോട്യൂബ്യൂൾസ് വന്നിട്ട് ഹോമോലോഗസ് ക്രോമസോംസിനോട് അറ്റാച്ച് ചെയ്തിട്ടിരിക്കും. നെക്സ്റ്റ് സ്റ്റേജസ് അനാഫേസ് 1. ഇവിടെ the 2 chromosomes of each bivalent separate and move to the opposite ends of the cell. I think you remember anaphase of mitosis. Okay, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും 2 ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആർ അറ്റാച്ച്ഡ് ടു ഈച്ച് അതർ. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും. ടെക്സ്റ്റിൽ ചിത്രം നോക്കുക കേട്ടോ. ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കയ്യിൽ, മാർക്ക് ചെയ്തേക്കണേ. ടീലോഫേസ് ആണ് അടുത്ത ഫേസ്. ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ് ഇതൊക്കെ റീഅപ്പിയർ ചെയ്യും. മൈറ്റോസിസിൽ അതേപോലെ തന്നെ സൈറ്റോകൈനസിസ് സംഭവിക്കും. ദിസ് ഇസ് കോൾഡ് ആസ് ഡയാഡ് ഓഫ് സെൽസ്. കാരണം 2 ഉണ്ടായിട്ടുണ്ടാവും. ദ സ്റ്റേജ് ബിറ്റ്വീൻ 2 മിയോട്ടിക് ഡിവിഷൻ ഇസ് കോൾഡ് ഇൻറ്റർകൈനസിസ്. നേരത്തെ നമ്മൾ ഇൻ്റർഫേസ് എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ 2 മിയോട്ടിക് ഡിവിഷൻ്റെ ഇടയിലുള്ള സ്റ്റേജിനെ ഇൻറ്റർകൈനസിസ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഷോർട്ട് ലിവ്ഡ് ദാറ്റ് ഫോളോസ് മിയോസിസ് 2. കുറേ നേരമൊന്നും ഉണ്ടാവില്ല, ഉടനെ തന്നെ മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യും. മിയോസിസ് 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ് ഇസ് ദോർ. ബട്ട്
we have to add 2. That means prophase 2, metaphase 2, then anaphase 2 and telophase 2. ഇനി prophase 2 chromosomes begin to condense accompanied by the dissolution of nuclear membrane and the disappearance of the Golgi apparatus and endoplasmic reticulum complex. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഡിസപ്പിയർ ചെയ്യും. ന്യൂക്ലിയർ മെംബ്രെയിൻ, ഗോൾജി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോംപ്ലെക്സ് ഇതെല്ലാം ഡിസോൾവ് ചെയ്യും അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്യും. മെറ്റാഫേസ് 2 again chromosomes align at the equator, spindle fibers attached to kinetochores of the sister chromatids at each pole. Then anaphase 2 again chromatids separate by splitting of centromere. അപ്പോൾ എന്തുണ്ടാവുക? ആസ് എ റിസൾട്ട് ദ ക്രൊമാറ്റിഡ്സ് മൂവ് ടുവേർഡ്സ് ദ പോൾസ്. അല്ലേ? എല്ലാ അനാഫേസും എടുത്ത് നോക്കിക്കോളൂ, ക്രൊമാറ്റിഡ്സ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും. എല്ലാ മെറ്റാഫേസും എടുത്ത് നോക്കിക്കോളൂ, ക്രോമസോംസ് ഇക്വിറ്റോറിയൽ പ്ലേറ്റിൽ അലൈൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ കംസ് ടെലോഫേസ് 2. The 2 groups of chromosomes get enclosed by a nuclear envelope. നേരത്തെ ഡിസപ്പിയർ ചെയ്ത പ്രോഫേസിൽ ഡിസപ്പിയർ ചെയ്തൊക്കെ ടീലോഫേസിൽ അപ്പിയർ ചെയ്യും. അല്ലേ? ന്യൂക്ലിയർ എൻവലപ്പ് വന്നു, സൈറ്റോകൈനസിസ് വന്നു. അല്ലേ? സൈറ്റോകൈനസിസ് സംഭവിക്കുകയാണ്. Follows the resulting in the formation of tetrad of cells, that is 4 haploid daughter cells. അപ്പോൾ അത് ടെക്സ്റ്റിലുള്ള ചിത്രം നോക്കിയിട്ട് ഈ ക്ലാസ്സും കൂടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Okay, so that's all about the cell division chapter. So that unit is over. Thank you.